വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വണ്ടി ഉണ്ടാവില്ല, ഈ ഒരു വണ്ടി കുറയും. കേക്ക് തുടച്ച് കൊണ്ടുവന്നാണ്. ഇതാണ് കേട്ടോ സംഭവം. കംപ്ലൈൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇളകി പോകുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ന് പറയുമ്പം ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ് റമീസിൻ്റെ വണ്ടിൻ്റെ വീഡിയോയി. ഇതന്നെ ഒരുപാട് വീഡിയോൻ്റെ കമൻസ് കണ്ടിനി സ്പ്ലെൻഡറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതേ നമ്മുടെ റമീസിൻ്റെ വീട്ടിലുള്ള റമീസിൻ്റെ സ്പ്ലെൻഡർ ഇതേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്പ്ലെൻഡർ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓന് വാഷ് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ വാഷിങ് സംഭവം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഓണർ ഇതൊക്കെയാണ്, വേറെ വണ്ടി ഓട്ടി പോവാണ് അല്ലേ? നമ്മൾ ആരെടുക്കാൻ പോണ്? മുസമ്മി. അവന് ഹബ്ബ് പൊട്ടി കിടക്കുന്നുണ്ട് പറഞ്ഞാണ്ട് വിളിച്ചാണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളെ ഒരു സ്പ്ലെൻഡറിൻ്റെ റിവീലിംഗ് ഉണ്ട്. അപ്പോൾ ആ റിവീലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ റമീസിൻ്റെ വരെയൊക്കെ വന്നാണ്. ഇന്നലെ രാത്രി ഞാൻ വന്ന് ഇവിടെ എന്താ പറയുക നിന്ന് രാവിലെ ഇവൻ്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഇപ്പോൾ നമ്മൾ റിവീലിങ്ങിന് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ മുസമ്മിലും എല്ലാവരും വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിനി. അപ്പോൾ വരുന്ന വഴിക്കൽ മുസമ്മിലിൻ്റെ വണ്ടിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്, അപ്പോൾ ഓനെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ സംഭവമൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. മുസമ്മിലിനെ തിരഞ്ഞ് മലപ്പുറം അങ്ങാടിയിലെത്തി. റമീസിൻ്റെ അനിയൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതായിട്ടാണ് വന്നത്. മുസമ്മിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇനി റമീസിൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരും 3-4 സ്പ്ലെൻഡറുണ്ട്. ഹരി വന്നുകൊണ്ടിരിക്കുകയാണ്, ഹോണ്ട വേണി. അപ്പോൾ ഹരി മുസമ്മിലിൻ്റെ വണ്ടി റമീസിൻ്റെ വണ്ടി, അങ്ങനെ 4 വണ്ടി വെച്ചിട്ട് നമുക്ക് റീൽ കണ്ടൻസ് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഓൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഓനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. പറ്റുകയാണെങ്കിൽ ലെങ്ത് കൂടിയിട്ടൊന്നും ഇല്ലെങ്കിൽ റമീസിൻ്റെ വണ്ടീൻ്റെ ഡീറ്റെയിൽസും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ക്യാമറ ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതാണ് സീൻ. ഇതേ പയ്യൻ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്ത് പറ്റി? ആ അത് ഇളകില്ലേ? ഓ ഇതാണ് കേട്ടോ സംഭവം കംപ്ലൈൻറ്റ്. ഈ ഒരു സംഭവം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇളകി പോകുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഓന് ഇവിടെ പെട്ട് കിടക്കുകയാണ്. ദിസ് ഈസ് മുസമ്മിൽ. ഇതെന്താ ആ ഇത് റമീസിന് വേണ്ടി പിസ്റ്റം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒഴിച്ചു കൊടുക്കണ ടോപ്പ് അപ്പ് ചെയ്യണ ഓയിലാണ്. ഇപ്പോൾ വണ്ടി എന്താണ് ഇളകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. വണ്ടി വീല് കറങ്ങുവാണെങ്കിൽ സിങ്കാമിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ എന്തിട്ടും ആ ഒരു ചെയിനിൻ്റെ സംഭവം തട്ടും, സ്പ്രോക്കറ്റ് തട്ടും. അപ്പോൾ അത് കാരണം വണ്ടി കറങ്ങാൻ പറ്റില്ല, ടയർ ഇറങ്ങില്ല. നമ്മൾ ടെമ്പററി ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് പിന്നെ എന്താ പറയുക വണ്ടി നന്നാക്കിയിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ജസ്റ്റ് വീട്ടുകാരോട് ചോദിക്കാവുന്നതാണ്. കാക്ക അവിടെ നിർത്താനൊക്കെ സമ്മതിച്ച്. അപ്പോൾ ഒരേ ഒരു പ്രശ്നം, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വണ്ടി ഉണ്ടാവില്ല, ഈ ഒരു വണ്ടി കുറയും. കെയ്യണോ വന്നപ്പോൾ? കെയ്യണോ രാവിലെ? കേക്ക് തുടച്ച് കൊണ്ടുവന്നാണ്. നീ നോട്ടിട്ടാള് ഗൈസ്. അങ്ങനെ വണ്ടി ഇതേ വീടിൻ്റെ ആ ഒരു സൈഡിൽ നിർത്തിയിട്ട് കാക്കാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്ക അവിടെ നിർത്താൻ പറഞ്ഞാണേ. അപ്പോൾ കാക്ക കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ എങ്ങനെ പോവാ എന്നുള്ള കാര്യമല്ലോ. എപ്പോഴും ഒന്നിച്ചെന്താ ചാമ്പി രാത്രി? അതല്ല രാത്രിക്കത്തെ നിലമ്പൂർ പരിപാടി. ചെറിയൊരു പിറന്നാൾ പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി നിലമ്പൂർ പാട്ടുത്സവത്തിന് പോകുന്നൊക്കെ പറഞ്ഞിനി നമ്മളെല്ലാവരും. പക്ഷെ ഹരിക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടായപ്പോൾ ആ സംഭവം ക്യാൻസലായി. നമ്മൾ റമീസിൻ്റെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണേ.
മുസമ്മിൽ ഇതേ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേമാതിരി ഹരി ഫോൺ ചാർജ് ചെയ്യാൻ പോയിന് ഉള്ളിലേക്ക്. വണ്ടി കൈകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ ചെയ്ത് നമുക്ക് റമീസ് പറഞ്ഞുതരില്ലേ? റമീസേ ഇജ്ജ് പറഞ്ഞുതരും വണ്ടീനെ പറ്റി? ഓൻ പറഞ്ഞുതരും, സെറ്റാക്കാന്ന് പറഞ്ഞ്. വണ്ടി കൈ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ റമീസിന് വീഡിയോ എടുക്കാണ് മതിലിൻ്റെ മേലെ. എന്തായാലും വണ്ടി കൈ കഴിഞ്ഞിട്ട് എന്നിട്ട് വണ്ടീൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വണ്ടി കൈകലും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് തപ്പി ഞങ്ങൾ ചെന്നെത്തിയത് സാംകോ റെസ്റ്റോറൻറ്റിലാണ്. മലപ്പുറം വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. മലപ്പുറം ടൗണിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണിത്. റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ആയാലും ഫുഡിന്റെ ടേസ്റ്റ് ആയാലും വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. 2:30-3 മണി സമയത്താണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. ടോട്ടൽ ബില്ല് ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് പോവാണ്. ഇവിടെ വെക്കുമ്പോ ഒരു പൊട്ടി സ്മെല്ലാണല്ലോ. എടാ ഇപ്പൊ BS4 ഗൈസ്, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ് റമീസിൻ്റെ വണ്ടിയുടെ റമീസിൻ്റെ വണ്ടിൻ്റെ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് റമീസിൻ്റെ വണ്ടി.